കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ജർമ്മനിയിൽ 19th സെഞ്ചുറിയുടെ മധ്യത്തോടു കൂടി തന്നെ വളരെ ദയനീയമായ കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അഗ്രികൾച്ചറിസ്റ്റും ആർട്ടിസാൻസും മണി ലെൻഡേഴ്സിന്റെ പിടിയിലായിരുന്നു. അവരെ മോചിപ്പിക്കാൻ വേണ്ടി ചില സോഷ്യൽ റിഫോമേഴ്സ് എന്ത് ചെയ്തു, രംഗത്ത് വരികയുണ്ടായി. അവർ ഫോം ചെയ്ത ഓർഗനൈസേഷൻ ഇക്വിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആയിരുന്നു. അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആണ്, അത്തരത്തിലുള്ള സൊസൈറ്റീസ് ആണ് റാഫിസാൻ സൊസൈറ്റീസ് എന്നും ഷൂൾസ് സൊസൈറ്റീസ് എന്നും അറിയപ്പെടുന്നത്. എന്താണ് റാഫിസാൻ സൊസൈറ്റീസ്? റാഫിസാൻ സൊസൈറ്റീസ് Rafizan was born in an ordinary family in Weierbusch. വെയർബുഷിൽ ജനിച്ച ഒരാളാണ് റാഫിസാൻ. അദ്ദേഹം ഒരുപാട് ആളുകളുടെ സങ്കടം നേരിട്ട് കാണാൻ, സഫറിങ്സ് ഓഫ് പുവർ നേരിട്ട് കാണാനിടയായി. വിറ്റ്നസ് ഓഫ് ദി സഫറിങ്സ് ഓഫ് ദി പുവർ നേരിട്ട് കാണാനിടയായ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാവപ്പെട്ടവരിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അത് റൂറൽ ഏരിയയിലുള്ള ആ പുവർ ഫാമേഴ്സിനെ മോചിപ്പിക്കാൻ വേണ്ടി, മണി ലെൻഡേഴ്സിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സൊസൈറ്റി ആരംഭിച്ചു. ചെറിയ എമൗണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ആരംഭിച്ച സൊസൈറ്റിയാണ് റാഫിസാൻ സൊസൈറ്റീസ് ആയി മാറിയത്. ആ സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്തു അവയെ പിന്നെ ക്രെഡിറ്റ് യൂണിയൻസ് ആക്കി മാറ്റി. ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് യൂണിയനും ചേർന്ന് ഫണ്ട് റൈസ് ചെയ്യുകയും അവരുടെ ക്രെഡിറ്റ് നീഡ്സ് അതിലൂടെ ഫുൾഫിൽ ചെയ്യുകയുണ്ടായി. അന്ന് തുടങ്ങിയത് അൺലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടിയായിരുന്നു. അത്തരം സൊസൈറ്റി, റാഫിസാൻ സൊസൈറ്റീസിന്റെ ലയബിലിറ്റി എന്നുള്ളത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. അവർ ഫണ്ട് ആവശ്യമുള്ള ഫണ്ട് അവരെന്ത് ചെയ്തു, പണക്കാരുടെ കൈവശത്തുള്ള ഫണ്ട് കൂടി ടാപ്പിംഗ് ഫണ്ട് ഫ്രം റിച്ചിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത്. അവരുടെ മന്ത്രം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈച്ച് ഫോർ ഓൾ, ഓൾ ഫോർ ഈച്ച് എന്നുള്ളതായിരുന്നു. ഈച്ച് ഫോർ ഓൾ. റാഫിസാൻ സൊസൈറ്റീസ്. റാഫിസാൻ എന്ന് പറയുന്നത് വെയർബുഷിൽ ജനിച്ച ഒരു ആളായിരുന്നു. സാധാരണ ഫാമിലി ജനിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അടുത്തറിയാൻ ഇടയായി. വിറ്റ്നസ് ഓഫ് ദി സഫറിങ് ഓഫ് പുവർ. ആ ഓപ്പർച്യൂണിറ്റി അയാൾക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം അയാളുടെ പുവർ ഫാമേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കുകയുണ്ടായി. അവരിൽ നിന്ന് സൊസൈറ്റി ഉണ്ടാക്കി, സൊസൈറ്റിയിൽ നിന്നും ചെറിയ എമൗണ്ട് മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് യൂണിയൻസ് പിന്നീട് ഉണ്ടാക്കുകയുണ്ടായി. ഈ ക്രെഡിറ്റ് യൂണിയൻസ്, സ്മോൾ സൊസൈറ്റീസ് ഓഫ് മെമ്പേഴ്സ് ചേർന്ന് ഈ യൂണിയൻസ് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഫണ്ട് റൈസ് ചെയ്യുന്നത് ടാപ്പിംഗ് ഫണ്ട് ഫ്രം റിച്ച് ഓൾസോ, റിച്ചിൽ നിന്ന് കൂടി ഫണ്ട് റൈസ് ചെയ്യുന്ന വിധത്തിലായിരുന്നു. അവയുടെ പ്രവർത്തനം അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. റാഫിസാൻ സൊസൈറ്റീസ് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റീസ് ആയിരുന്നു. അവയുടെ മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ ഈച്ച് ഫോർ ഓൾ, ഓൾ ഫോർ ഈച്ച്. ഇതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള റീച്ച് ചെയ്തുകൊണ്ടിരുന്ന ഐഡിയൽ. നെക്സ്റ്റ് എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, റാഫിസാൻ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ് ഓഫ് ദി സൊസൈറ്റി എന്താണ്? ടു ഇംപ്രൂവ് ദി സിറ്റുവേഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സൊസൈറ്റീസിന്റെയും ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ ഇംപ്രൂവ്മെന്റ് ആണെന്ന് പറയാം. അത് മെറ്റീരിയലി ആൻഡ് മോറലി, ബോത്ത് മെറ്റീരിയലി ആൻഡ് മോറലി എന്നുള്ളതാണ്. റാഫിസാൻ സൊസൈറ്റിയുടെ പ്രത്യേകത മെറ്റീരിയലിയും മോറലിയും കൂടിയുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. എന്നാൽ ഷൂൾസ് സൊസൈറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അവിടെ ഷൂൾ സൊസൈറ്റി പൂർണ്ണമായും മെറ്റീരിയലി ഇംപ്രൂവ് ചെയ്യാനുള്ള മെറ്റീരിയൽ വെൽബീയിങ് ആണ് അവിടെ ചീഫ് കൺസേൺ. To fulfill this, the farmer was to be provided with the service of bag at his door. It is
അവരുടെ ബാങ്ക് അവരുടെ എന്താണ് വീടുകളിൽ എത്തുന്ന രീതിയിൽ ആയിരുന്നു സംവിധാനം ചെയ്തത്. It not only performs the functions of bank, but would also combine the functions of a shop from where the requirements of farmer could be met. ഇത് ഫാമേഴ്സിന് കൂടി ആവശ്യമുള്ള സർവീസസ് കൂടി ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇത് ബാങ്ക് എന്നുള്ള രീതി മാത്രമായിരുന്നില്ല. അവരെ എഡ്യൂക്കേഷൻ നൽകുകയും മെറ്റീരിയലി മാത്രമുള്ള വെൽബീയിങ് അല്ല, അവർക്കുള്ള എഡ്യൂക്കേഷൻ കൂടി നൽകുന്ന ഒന്നായി മാറിയിരുന്നു റാഫിസ സൊസൈറ്റീസ്. ഇതാണ് അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷന്റെ പ്രത്യേകത. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റാഫിസ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ഏരിയയിലാണ്. അതൊരു വില്ലേജിൽ മാത്രം ഒതുങ്ങുന്നതാണ്. വില്ലേജ് ടു സ്മോൾ ആണെങ്കിൽ ദെൻ 2 or 3 വില്ലേജ് വിൽ ബി കമ്പൈൻ ചെയ്ത് ഇതുകൊണ്ടാണ് അവർ എന്ത് ചെയ്ത് പ്രവർത്തിച്ചിരുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രത്യേകത എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിലൂടെയും ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസിലൂടെയാണ്. ഈ ഷെയർസിന്റെ പ്രത്യേകത ഏറ്റവും വളരെ ചുരുങ്ങിയ വാല്യൂ മാത്രമായിരുന്നു ഷെയർസ് ഉണ്ടായിരുന്നുള്ളൂ. ലോ വാല്യൂ ആയിരുന്നു. അതുപോലെ ഷെയർസിന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ അനുവദിച്ചിരുന്നു. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിരുന്നത് മെമ്പേഴ്സിൽ നിന്നും നോൺ മെമ്പേഴ്സിൽ നിന്നും, ബോത്ത് മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ് രണ്ടു കൂട്ടരിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിച്ചിരുന്നു. ദെൻ ലാബിലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ലാബിലിറ്റി അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരുന്നു റാഫിസാൻ സൊസൈറ്റിയുടെ. റാഫിസാൻ ബിലീവ്ഡ് ഇറ്റ് ഫോർ മേക്കിംഗ് മെമ്പേഴ്സ് മോർ റെസ്പോൺസിബിൾ ആൻഡ് ഹോണസ്റ്റ്. മെമ്പേഴ്സിനെ കൂടുതൽ ഹോണസ്റ്റ് ആക്കാനും റെസ്പോൺസിബിൾ ആക്കാനും ഇത് സഹായിക്കുന്ന അദ്ദേഹം വിശ്വസിച്ചു. ദെൻ എങ്ങനെയാണ് ലോൺ ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാം. 3 ടൈപ്സ് ഓഫ് ലോൺസ് ആണ് ഗ്രാന്റ് ചെയ്തത്. സിമ്പിൾ ലോൺ, കറന്റ് അക്കൗണ്ട്, പ്രോപ്പർട്ടി ട്രാൻസ്ഫേഴ്സ്. സിമ്പിൾ ലോൺ എന്ത് ചെയ്യും? ഗ്രാൻസ് അഗേൻസ്റ്റ് പേഴ്സണൽ പ്ലഡ്ജ് അല്ലെങ്കിൽ മോർഗേജ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഓഫ് കൊളാട്രൽ ഡെപ്പോസിറ്റിന് അഗേൻസ്റ്റ് ആയിട്ട്, പേഴ്സണൽ പ്ലഡ്ജിന് അഗേൻസ്റ്റ് ആയിട്ട്, മോർഗേജ് ഓഫ് ലാൻഡിന് അഗേൻസ്റ്റ് ആയിട്ട് നൽകുന്നതാണ് സിമ്പിൾ ലോൺസ്. കറന്റ് അക്കൗണ്ട്സ് നോട്ട് വെരി കോമൺ ആയിരുന്നില്ല. ഇത് ഒരു ഇൻഡസ്ട്രി ഒന്നും ഇല്ലാത്തൊരു ഏരിയയിൽ കറന്റ് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നില്ല. കറന്റ് അക്കൗണ്ട് എന്തായിരുന്നു? കോമൺ ആയിരുന്നില്ല. മാത്രമല്ല ഒരു വില്ലേജിൽ, സാധാരണക്കാരൻ്റെ വില്ലേജിൽ ഇത്തരം ലോൺ ഉണ്ടായിരുന്നില്ല. കറന്റ് അക്കൗണ്ടിൽ നിന്നും പൈസ പിൻവലിക്കാവുന്നൊരു സംവിധാനം. Then property transfers. The society stepped into occasion that when certain property was being sold, some members want to purchase. പ്രോപ്പർട്ടി സോൾവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ആൾ പർച്ചേസ് ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പർച്ചേസ് ചെയ്യായിരുന്നു. ബട്ട് എന്ത് ചെയ്യണ്ടില്ല, അവർക്ക് ഒറ്റയടിക്ക് പൈസ അടക്കാൻ കഴിയുന്നില്ല. അത്തരം ഘട്ടത്തിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു? അവരുടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ പ്രൈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് എ സ്മോൾ കമ്മീഷൻ, ഒരു ചെറിയൊരു കമ്മീഷൻ ഈടാക്കിക്കൊണ്ട് പേ ചെയ്യാൻ അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ദെൻ പ്രോഫിറ്റിന്റെ പ്രത്യേകത. പ്രോഫിറ്റ് ഓഫ് ദി സൊസൈറ്റി വേർ കളക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദി മെമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. റാഫിസാൻ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് ഡിവിഡൻഡ് ഉണ്ടായിരുന്നില്ല. സർപ്ലസ് വേർ ഡെപ്പോസിറ്റഡ് ഇൻ ടു റിസർവ്സ്, ഓർഡിനറി റിസർവ് ഫണ്ട് എന്നും എൻഡോമെന്റ് ഫണ്ട് എന്നും മറ്റുള്ള ഫണ്ടുകളിലാണ് എന്ത് ചെയ്തത്? ഇത് നിക്ഷേപിച്ചിരുന്നത്. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് നോക്കാം. ജനറൽ മീറ്റിംഗ് ആനുവലി ഹെൽഡ് ചെയ്യായിരുന്നു. എന്തൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്, മാക്സിമം ലിമിറ്റ് ഓഫ് ക്രെഡിറ്റ് ടു ഇൻഡിവിജ്വൽ മാനർ. ഫിക്സ് ദി മാക്സിമം ക്രെഡിറ്റ് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. മാക്സിമം ലിമിറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. ഫിക്സ് ദി മാക്സിമം ലിമിറ്റ് ഓഫ് ലോൺ ടേക്കൺ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. ഫിക്സ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുക. elect the board of directors and council of supervision. നമ്മൾ പറയും മാക്സിമം ലിമിറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ലോൺ, ദെൻ ക്രെഡിറ്റ്, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്,
Then elect the board of directors and the council of supervision. Board of directors consisting of 6 members elected for a term of 4 years. 4 വർഷത്തേക്ക് 6 മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കപ്പെടും. കൗൺസിൽ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് 3 members ആണ്. 3 years ആണ് അവരുടെ പീരീഡ്. The cost of administration was kept at minimum. The members of the board of directors, council supervision did not get any honorary ആയിരുന്നു അവരുടെ മെമ്പർഷിപ്പ്. അവരുടെ ഹോണററി മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കലും തന്നെ പെയ്ഡ് ആയിരുന്നില്ല. ഇതിലാണ് റാഫിസ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ. ഇനി ഷൂൾസ് ഡെലിഷിന്റെ പ്രത്യേകത എന്തൊക്കെ നോക്കാം. ഷൂൾസ് ഡെലിഷ്. Schulz was one of the pioneers of cooperative movement in Germany. അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത് അർബൻ ഏരിയയിൽ മാത്രമായിരുന്നു. അയാൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ജഡ്ജായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ അയാൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം 1849 ഒരു ഫ്രണ്ട്ലി സൊസൈറ്റി ആരംഭിച്ചു. Then I later formed an association. അതിന്റെ ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. In 1850 ക്രെഡിറ്റ് അസോസിയേഷൻ ഫോം ചെയ്തു. Then 1852 another credit association cooperative principles അനുസരിച്ച് ഫോം ചെയ്തു. ഫ്രണ്ട്ലി സൊസൈറ്റി ഫോം ചെയ്തത് ഡെലിച്ചി തന്നെയാണ്. അദ്ദേഹത്തിന് നാറ്റീവ് ടൗൺ ആയിട്ടുള്ള ഡെലിച്ചി തന്നെയാണ് ചെയ്തത്. എന്തിനു വേണ്ടി വെച്ചാൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ആള് പിന്നീട് ഫോം ചെയ്ത അസോസിയേഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ഷൂ മേക്കേഴ്സ്. ഷൂ മേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള അസോസിയേഷനാണ് ഫോം ചെയ്തത്. ദെൻ 1850 നോക്കിയാൽ 50 ഇയാൾ ക്രെഡിറ്റ് അസോസിയേഷൻ ആണ് ഫോം ചെയ്തത്. 1852 വീണ്ടും ഒരു അസോസിയേഷൻ എന്ത് ചെയ്തു, ഡൽഹിയിൽ അദ്ദേഹം ഫോം ചെയ്തു. അനദർ അസോസിയേഷൻ അദ്ദേഹം രൂപം കൊടുത്തു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചുകൊണ്ട്. 1852 he formed an association in Delhi on cooperative principles and raised fund by issuing shares. He is responsible for cooperative laws in Germany. ജർമ്മനിയിൽ വന്നിട്ടുള്ള കോപ്പറേറ്റീവ് ലോസിനുള്ള കാരണം എന്താണ്? ഇതാണ്. അത് ജർമ്മനിയിലെയും ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എടുത്തു പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ആദ്യം കോപ്പറേറ്റേഴ്സ് ഉണ്ടാകുന്നു, പിന്നീട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ടാകുന്നു, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാകുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടായ ശേഷം അവയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നു. ഈ രീതിയിലാണ് അവിടങ്ങളിലൊക്കെ പീപ്പിൾസ് മൂവ്മെന്റ് ആയിക്കൊണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് നടക്കുന്നത്. അവിടെയൊക്കെ പീപ്പിൾസ് മൂവ്മെന്റ് ആയിക്കൊണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് നടക്കുന്നത്. ഇന്ത്യയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വരുന്നത് ഒരു ഗവൺമെന്റ് സ്പോൺസേർഡ് മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ്. ആദ്യം നിയമം വരുന്നു, ലോസ് പാസ്സാക്കുന്നു, ദെൻ അതിനുശേഷം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാകുന്നു, ദെൻ അതിൽ നിന്നും കോപ്പറേറ്റേഴ്സ് രൂപം കൊണ്ടുകയാണ് ചെയ്യുന്നത്. ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ രണ്ടാമത്തെ ടൈപ്പ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് ഷൂൾസ് മോഡൽ, ഷൂൾസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഷൂൾസ് ഡെലിഷ് സൊസൈറ്റി were to fulfill the credit requirements of traders, artisans, middle class people residing in urban areas. അർബൻ ഏരിയയിൽ റിസൈഡ് ചെയ്തിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിളിന്, അതേപോലെ ആർട്ടിസാൻസിന്, അതുപോലെ ട്രേഡേഴ്സിനൊക്കെയുള്ള ക്രെഡിറ്റ് നീഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സൊസൈറ്റി പ്രൊവൈഡ് ക്രെഡിറ്റ് ഓൺലി ടു ദി മെമ്പേഴ്സ്. മെമ്പേഴ്സിന് മാത്രമായിരുന്നു ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്തിരുന്നത്. ദെൻ അവരുടെ ചീഫ് കൺസേൺ വാസ് വിത്ത് ദി മെറ്റീരിയൽ വെൽ ബീയിങ്സ് ഓഫ് ദി മെമ്പേഴ്സ് ആയിരുന്നു. Then area of operation നടന്നത്, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഷൂൾസ് ഡെലിഷ് ബാങ്ക് വാസ് വൈഡ്. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ത് ചെയ്തിരിക്കും, ലാർജ് ആയിരുന്നു, തൗസൻഡ്സ് ആയിരുന്നു എന്ന് പറയാം. മെമ്പേഴ്സ് എന്താണ്,
ഒരിക്കലും തന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെയോ മ്യൂച്വൽ കോണ്ടാക്ട് അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ വൈഡ് ആയതുകൊണ്ട് തന്നെ പരസ്പരം അറിയണം എന്നുണ്ടായിരുന്നില്ല അവിടെ മെമ്പേഴ്സ് തമ്മിൽ. അതേസമയം റാഫിസാൻ മോഡൽ സൊസൈറ്റികളിൽ അവർ പരസ്പരം അറിയുന്ന ആളുകളായിരിക്കും. ആ പീപ്പിൾ എന്ത് ചെയ്യുന്നു, ദർ ഈസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് മ്യൂച്വൽ കോണ്ടാക്ട് എമംഗ് ദി മെമ്പേഴ്സ്. അത് അത്തരത്തിൽ അറിയുന്നതും പരസ്പരം ബന്ധമുള്ള ആളുകളായിരുന്നു റാഫിസാൻ സൊസൈറ്റീസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഷൂൾസിന്റെ സൊസൈറ്റിയിൽ എടുത്ത് നോക്കുമ്പോൾ അത്തരത്തിലുള്ള അറിയപ്പെടുന്ന ആളുകളായിരിക്കില്ല ഉണ്ടാവുക. ഷെയർ ക്യാപിറ്റലിന്റെ പ്രത്യേകത, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ഫണ്ട് ആയിരുന്നു ഷെയർ. വാല്യൂ ഓഫ് ഷെയർസ് എന്താണ്, കുറച്ച് ഹൈ ആയിരുന്നു. 5 പൗണ്ട് മുതൽ 15 പൗണ്ട് വരെയായിരുന്നു. Everyone who wanted to take the benefit from the society had to acquire one share. ഏതൊരാളും ഇതിന്റെ ഒരു ബെനിഫിറ്റ് അക്വയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ടേക്കൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ അക്വയർ ചെയ്യണമായിരുന്നു ഒരു ഷെയർ. മെമ്പേഴ്സ് had the option to pay the share money in lump sum or small installment. ലംസമായിട്ടോ അല്ലെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ പേ ചെയ്യാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. Then reserve fund of the banks were created, maintained by transferring 15 to 20% റിസർവ് ഫണ്ട് ആയിട്ട് കീപ്പ് ചെയ്യാറായിരുന്നു പതിവ് ആനുവൽ പ്രോഫിറ്റിന്റെ. അതുപോലെ എൻട്രൻസ് ഫീസ് ഓഫ് ദി മെമ്പേഴ്സും എന്ത് ചെയ്തിരുന്നു, റിസർവ് ഫണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അഡീഷണൽ ഫണ്ട് റിക്വയർഡ് ബൈ ദി ബാങ്ക് വേർ റൈസ്ഡ് ഐദർ ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ടാണ് മറ്റു ഫണ്ടുകൾ മൊബിലൈസ് ചെയ്തിരുന്നത്. ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ലോണിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. Members society were provided with credit facilities in the form of loan through discounting of bill of exchange ലോൺ ഉണ്ടായിരുന്നു. അതേപോലെ ലോൺ സിംഗിൾ ഡെഫിനിറ്റ് അഡ്വാൻസ് ഓഫ് മണി ആൻഡ് ക്യാഷ് ക്രെഡിറ്റ്. 2 ടൈപ്പ് ലോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. സിംഗിൾ ഡെഫിനിറ്റ് അഡ്വാൻസ് ഓഫ് മണിയും ക്യാഷ് ക്രെഡിറ്റും. ഇന്ന് 2 ടൈപ്പ് ഓഫ് ലോൺ ആയിരുന്നു ഈ ഷൂസ് ഡളിച്ച് സൊസൈറ്റീസ് നൽകിയിരുന്നത്. ഷൂസ് ഡളിച്ചിന്റെ പ്രോഫിറ്റ് എന്താ ചെയ്തതെന്ന് നോക്കാം. Surplus arising out of the interest paid on deposit and interest charged on loan from that profit എന്ത് ചെയ്തു, after meeting the working and occasional expense of the net profit were divided into 2 parts, reserve fund and dividend. 20% നമ്മൾ റിസർവ് ഫണ്ടിലേക്ക് മാറ്റുമായിരുന്നു. ബാക്കി എൻ്റെ പ്രോഫിറ്റ് ഫസ്റ്റ് 2 ഇയേഴ്സിൽ എന്ത് ചെയ്യുമായിരുന്നു, റിസർവ് ഫണ്ടിൽ എന്ത് ചെയ്യും. Then subsequent years about 15 to 20 transferred to this fund. Subsequent yearsൽ എന്ത് ചെയ്യുന്നു, 15 മുതൽ 20 വരെ ഈ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Then administration എന്നുള്ളത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഓപ്പറേഷൻസ് ഓഫ് ദി ബാങ്ക് കണ്ടക്റ്റഡ് ഹൈലി പെയ്ഡ് ആൻഡ് ക്വാളിഫൈഡ് ഓഫീസേഴ്സ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്, അതിന് മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നത്. ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 പേഴ്സൺസ് ആയിരുന്നു. അതുപോലെ എവറി ട്രാൻസാക്ഷൻസ് ഫൈനലൈസ്ഡ് when 2 of these members signed the document. ഇതിൽ 2 മെമ്പേഴ്സ് എന്ത് ചെയ്തിരിക്കും, സൈൻ ചെയ്താൽ മാത്രമേ ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുമായിരുന്നുള്ളൂ. എന്തൊക്കെയാണ് റാഫിസാൻ സൊസൈറ്റീസും ഷൂൾസ് സൊസൈറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് എടുക്കുക. മെമ്പർഷിപ്പ് എന്നുള്ളത് വാസ് ലിമിറ്റഡ് ടു റൂറൽ മാസസ്. ഒന്നാമത്തത് റൂറൽ മാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് റാഫിസാൻ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഫാമേഴ്സും കൾട്ടിവേറ്റേഴ്സും പോലുള്ള. എന്നാൽ ഷൂൾസ് സൊസൈറ്റീസിൽ മെമ്പർഷിപ്പ് വാസ് ലിമിറ്റഡ് ടു ആർട്ടിസാൻസ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആൻഡ് മിഡിൽ ക്ലാസ്. ആർട്ടിസാൻസ്, ട്രേഡേഴ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആൻഡ് മിഡിൽ ക്ലാസ് ഓഫ് പീപ്പിൾ സിറ്റിയിൽ ജീവിക്കുന്ന പീപ്പിളിന്റെ ആൾക്കാർക്ക്
അതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കർക്ക്, ട്രേഡേഴ്സിന്, ആർട്ടിസാൻസിനൊക്കെയാണ് മെമ്പർഷിപ്പ് ഷൂർ സൊസൈറ്റിയിൽ നൽകിയിരുന്നത്. ദെൻ റാഫിസാൻ സൊസൈറ്റീസിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. ഷൂർ സൊസൈറ്റിയുടെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. ദെൻ റാഫിസ സൊസൈറ്റിയുടെ ഓപ്പറേഷൻ, ഏരിയ ഓഫ് ഓപ്പറേഷൻ നടന്നത് ലിമിറ്റഡ് സ്മോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു. ദെൻ ഷൂർ സൊസൈറ്റിയുടെ ലാർജ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു. ദെൻ റാഫിസാൻ സൊസൈറ്റിയുടെ ലോണിന്റെ പ്രത്യേകത സ്മോൾ ലോൺസ് ഫോർ ലോങ് ടേം എന്നുള്ളതാണ്. അതായത് സ്മോൾ ലോൺസ് were given to the members which were recovered over a long period. റിക്കവർ ചെയ്ത ലോങ് പീരീഡ് കൊണ്ടാണ്. അതേസമയം ലാർജ് എമൗണ്ട് ഓഫ് ലോൺ ആണ്. amount of loans advanced was bigger and the period of the repayment was short. ഷോർട്ട് പീരീഡിലേക്ക് ലാർജ് എമൗണ്ട് എന്ത് ചെയ്യുന്നു നൽകുന്ന രീതിയായിരുന്നു ഷൂർസിൻ്റെത്. ദെൻ loans on the basis of personal security. Loans are given on the basis of personal security. Rafisa societies are given only for productive purpose. Emphasis was on the personal character of the borrower. ക്യാരക്ടറിനാണ് എന്ത് അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. എന്നാൽ loans were given on the basis security of tangible assets ആണ് ഷൂർ സൊസൈറ്റീസ് നൽകിയിരിക്കുന്നത്. Although loans were advanced for productive purpose, no supervision over the utilization of loan was made. അവിടെ സൂപ്പർവിഷൻ ഉണ്ടായിരുന്നില്ല. പ്രൊഡക്റ്റീവ് പർപ്പസിനാണെങ്കിൽ പോലും യൂട്ടിലൈസേഷന്റെ മുകളിലൊരു സൂപ്പർവിഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ദെൻ നമ്മൾ പറഞ്ഞത് മെമ്പർഷിപ്പ്, ലയബിലിറ്റി, ഏരിയ ഓഫ് ഓപ്പറേഷൻ, ലോൺസ്, സെക്യൂരിറ്റി, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ നോമിനൽ ഷെയർ ക്യാപിറ്റൽ ആണ് ഏതിനുള്ളൂ റാഫിസാൻ സൊസൈറ്റിക്കുള്ളൂ. എന്നാൽ സ്ട്രോങ് ഷെയർ ക്യാപിറ്റൽ ഉള്ള ഒരു സൊസൈറ്റിയാണ് ഷൂർ സൊസൈറ്റീസ്. ഷൂർ സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത് അർബൻ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു സ്ട്രോങ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. റാഫിസ സൊസൈറ്റീസ് റൂറൽ ഏരിയ ആയതുകൊണ്ട് തന്നെ അതിന് നോമിനൽ ഷെയർ ക്യാപിറ്റൽ മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള സാധ്യതയുള്ളൂ എന്ന് പറയാം. റാഫിസ സൊസൈറ്റീസിന് പ്രോഫിറ്റ് നോട്ട് മോട്ടീവ്. പ്രോഫിറ്റ് ഒരു മോട്ടീവ് അല്ല. പ്രോഫിറ്റ് ഏർണിംഗ് വാസ് നോട്ട് ദി മോട്ടീവ്. Even under the corporate law, only a small portion of profit was distributed to the members as dividend. Dividend ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്മോൾ പോർഷനേഴ്സ് മാത്രമാണ്. അതേസമയം പ്രോഫിറ്റ് മോട്ടീവ് ആണ് ഷൂർ സൊസൈറ്റീസ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഏർണിംഗ് വാസ് ദി ചീഫ് മോട്ടീവ് ആൻഡ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് വാസ് ക്വൈറ്റ് ഹൈ. റേറ്റ് ഓഫ് ഡിവിഡൻഡ് കുറച്ച് ഹൈ ആയിരിക്കും ഏതിന്റെ കേസിൽ? റാഫിസാന്റെ ഷൂർ സൊസൈറ്റീസിന്റെ കേസിൽ. നമ്മൾ പറഞ്ഞു മെമ്പർഷിപ്പ്, ലയബിലിറ്റി അൺലിമിറ്റഡ് ഓർ ലിമിറ്റഡ്, ദെൻ സ്മോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ലോൺസ്, സെക്യൂരിറ്റി, then nominal share capital, then profit, then reserve fund. Losses and profit were transferred to reserve fund and endowment fund. റാഫിസ സൊസൈറ്റീസിന്റെ ലോസും പ്രോഫിറ്റും ഒക്കെ റിസർവ് ഫണ്ടിൽ അല്ലെങ്കിൽ എൻഡോമെന്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ അത്തരത്തിൽ നോട്ട് മച്ച് എംഫസിസ് വാസ് ഗിവൺ ടു റിസർവ് ഫണ്ട്. അത്രത്തോളം നിർബന്ധം ഇല്ല റാഫിസാനിൽ, അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല റാഫിസാൻ റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് വാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് അപ്പ് ദി ലോസസ്, ബട്ട് ഇറ്റ് വാസ് റിക്വയർഡ് ടു ബി മെയ്ഡ് ഗുഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അത് റിസർവ് ഫണ്ട് എന്നുള്ളത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നായിട്ടില്ല ഷൂർ സൊസൈറ്റീസ് കണ്ടിരുന്നത്. ദെൻ മാനേജ്മെന്റ് എന്നുള്ളത് ഹോണററി ആണ് റാഫിസാൻ സൊസൈറ്റീസിൽ. എന്നാൽ മാനേജ്മെന്റ് വാസ് പെയ്ഡ് ആണ് ഷൂർ സൊസൈറ്റിയിൽ. Then emphasis was given to moral and material as well as material well-being. Now chief concern was with the material well-being of the members. Material well-beingന് മാത്രമാണ് ഏത് പ്രാധാന്യം കൊടുക്കുന്നത്? ഷൂർ സൊസൈറ്റീസ് പ്രാധാന്യം കൊടുക്കുന്നത്.
അപ്പൊ ഒന്നുകൂടി പറയാ, ലിമിറ്റഡ് മെമ്പർഷിപ്പ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രോഫിറ്റ്, ലോൺസ്, നോമിനൽ ഷെയർ ക്യാപിറ്റൽ, ലോൺസ്, then losses and profit, reserve fund, management honorary or not, paid or unpaid. Then emphasis was given to moral or material well-being. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റാഫിസാനും ഷൂൾസും തമ്മിലുള്ള ഡിഫറൻസസ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്.